My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കേന്ദ്രീകരിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ പഠിക്കുക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 313ാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഓറം മെറ്റാലിക്കം എന്ന അധ്യായം അവസാനിപ്പിച്ചു. നമ്മൾ അടുത്ത ഔഷധത്തിലേക്ക് പോകുന്നതിന് മുൻപ് പലപ്പോഴും ഞാൻ ഈ പ്രോഗ്രാമിനിടെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ലേഖനം, ഇത് കെന്റിന്റെ ലെസർ റൈറ്റിംഗ്സ് എന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ചികിത്സാനുഭവങ്ങളും ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള സൈദ്ധാന്തികമായ ഉൾക്കാഴ്ചകളും ഒക്കെ ചേർത്തുകൊണ്ടുള്ള വളരെ മനോഹരമായ പുസ്തകമാണിത്. അതിലൊരു അധ്യായം, അതിൻ്റെ ഇംഗ്ലീഷിലുള്ള ശരിക്കുള്ള പേര് കറസ്പോണ്ടൻസ് ഓഫ് ഓർഗൻസ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് എ ക്യൂർ എന്നുള്ളതാണ്. അവയവങ്ങൾ തമ്മിലുള്ള, അവയവങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സും, ഇന്റലക്ട്, വില്ല്, മൈൻഡ്, അവയവങ്ങൾ തമ്മിലും ഉള്ള പരസ്പര ബന്ധം, പാരസ്പര്യം, ഡയറക്ഷൻ ഓഫ് എ ക്യൂർ, രോഗശാന്തിയുടെ ഒരു ദിശ, അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, സമൂഹം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ. പക്ഷെ അത് ഈ ഒരു പശ്ചാത്തലത്തിൽ ചില ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് അത് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ വിശേഷിച്ചും ഓർമെറ്റാലിക്കം, അനാക്കാർഡിയം പോലെയുള്ള നമ്മൾ അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന ആന്റിമോണിയം കൂടം, ഇത്തരം ഔഷധങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, അതുപോലെ മറ്റു പല ഔഷധങ്ങളും ഒരു ക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഈ ഒരു നിങ്ങൾ പലരൊക്കെ ഇത് വായിച്ചിട്ടുള്ളതായിരിക്കും, വായിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വായിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഹോമിയോപ്പതിയിലെ തിരഞ്ഞെടുത്ത ചില മാസ്റ്റേഴ്സിന്റെ ലേഖനങ്ങളും മറ്റു ചില ഡോക്ടേഴ്സിന്റെ ലേഖനങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഡോക്ടർ ജൻബാബുവിന്റെ ഒരു സ്മാരകമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകമാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇത് മറ്റു തരത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് പ്രസിദ്ധീകരിച്ചാണിത്. അപ്പം അതിൽ 13ാമത്തെ അധ്യായമായിട്ട് ചേർത്തിരിക്കുന്നതാണ്. അത് മലയാളത്തിൻ്റെ തലക്കെട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് സ്നേഹവും ഹൃദയവും ഹോമിയോപ്പതിയിൽ. അതിൻ്റെ ശരിക്കുള്ള പേരല്ല, അതിനൊരു അന്തസത്തയിലേക്ക് ഒരു വെളിച്ചം വീശുന്ന തരത്തിൽ വേറൊരു ഹെഡിങ് കൊടുത്തത്, സ്നേഹവും ഹൃദയവും ഹോമിയോപ്പതിയിൽ, ഡോക്ടർ ജെ.ടി. കെൻഷ്. ഞാനത് വായിക്കാം. ഒരു രോഗി ഹോമിയോപ്പതി ചികിത്സയ്ക്ക് വിധേയനാകുമ്പോൾ അല്ലെങ്കിൽ വിധേയയാകുമ്പോൾ ലക്ഷണങ്ങൾ അപ്രത്യക്ഷമാകുന്നതിന് ഒരു ക്രമമുണ്ട്. അകമേ നിന്നും പുറത്തേക്ക്, മുകളിൽ നിന്നും താഴേക്ക്. ഇതാണ് ക്രമം. ഒരു മനുഷ്യ വ്യക്തിയുടെ അകമേ അഥവാ ഉള്ളിന്റെ ഉള്ളിൽ എന്താണുള്ളത്? അലോപ്പതിക്കാരുടെ അന്വേഷണം ആന്തരാവയവങ്ങളിൽ അവസാനിക്കുന്നു. ഞാൻ അവിടെ ഒരു ബ്രാക്കറ്റിൽ കാര്യം ചേർത്തിട്ടുണ്ട്. ഇന്നത് ജീനുകളിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ തത്വചിന്തയുടെ മാർഗത്തിലൂടെ യുക്തിയുക്തം വിശകലനം ചെയ്യുന്നവർ പറയും, മനുഷ്യന്റെ ഇച്ഛാശക്തി, വില്ല്, ധാരണാശേഷി, അണ്ടർസ്റ്റാൻഡിങ്, ഓർമ്മശക്തി, മെമ്മറി, ഇവയാണ് ആന്തരിക മനുഷ്യന്റെ മൗലിക ഘടകങ്ങളെന്ന്. എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം? ഇച്ഛയും ധാരണയും അടങ്ങിയ മനുഷ്യന്റെ ഈ ബൗദ്ധിക മണ്ഡലം, അതായത് ഇന്റലക്ച്വൽ സ്ഫിയർ, ഒരു ആശയത്തെ സ്വീകരിക്കുന്നു. എന്നിട്ട് മുൻ അറിവുകളുടെ വെളിച്ചത്തിൽ അതിലെ തെറ്റും ശരിയും അർദ്ധസത്യങ്ങളും ഒക്കെ തരംതിരിക്കും. അതായത് ആ ആശയത്തെ ദഹിപ്പിക്കുന്നു. ഒരു ഡൈജസ്റ്റീവ് പ്രോസസ്സാണ്. ഈ പ്രക്രിയക്കിടയിൽ ആവശ്യമായ കാര്യങ്ങളെ ഓർമ്മ തൻ്റെ അറകളിൽ ശേഖരിച്ചു വെക്കുന്നു. മനുഷ്യന്റെ ശരീരവും ഇത്തരം ഒരു പ്രക്രിയ ചെയ്യുന്നുണ്ട്. വായിലൂടെ വയർ ഭക്ഷണം സ്വീകരിക്കുന്നു, ചെറുകുടൽ അതിനെ ദഹിപ്പിക്കുന്നു. ആവശ്യമുള്ള ഘടകങ്ങളെ കോശങ്ങൾ തൻ്റെ അറകളിൽ ശേഖരിക്കുന്നു. വൃക്കകളുടെ പ്രവർത്തനവും വ്യത്യസ്തമല്ല. രക്തത്തിലുള്ള വിഷാംശങ്ങളെ അവ അരിച്ചു മാറ്റുന്നു. അവയെ പിന്നീട് യൂറിയയും മറ്റുമൊക്കെയായി പുറന്തള്ളും. മേൽപ്പറഞ്ഞ മാനസിക ശാരീരിക പ്രക്രിയകൾ തമ്മിൽ സുദൃഢമായൊരു ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ കുറച്ചു കാലത്തെ സത്യസന്ധമായ ഹോമിയോപ്പതി ചികിത്സാനുഭവങ്ങളിലൂടെ കടന്നു പോകുകയും അതിൻ്റെ ഫലങ്ങളെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ ഇപ്രകാരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ബുദ്ധിഭ്രമം ബാധിച്ച, അതായത്
ഇൻസൈൻ ഇൻ ഇന്റലക്ട് എന്നാണ് കെന്റ് ഉപയോഗിച്ചിരുന്നത്. നോക്ക്, ഇൻസൈൻ ഇൻ ഇന്റലക്ട്, അതായത് ഇന്റലക്ടിന്റെ സാനിറ്റി പോയത് ബാധിച്ച ഒരു വ്യക്തിയെ ചികിത്സിക്കുകയാണെന്നിരിക്കട്ടെ, അയാളുടെ മാനസിക നില മെച്ചപ്പെട്ടു വരുന്നതിനോടൊപ്പം ചില ശാരീരിക ലക്ഷണങ്ങൾ വിസ്മയകരമായ വിധം പ്രത്യക്ഷപ്പെടുന്നത് കാണാം. വയറിളക്കം, കുടൽ കൊളുത്തിപ്പിടിക്കുന്നത് പോലുള്ള വേദനകൾ, ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ രോഗിക്ക് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഇത് എൻ്റെ അയൽപക്കത്ത് ഒരു രോഗിയിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ ഏതൊരു ലെക്ചറിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു തോന്നുന്നു. അത് ഈ വയറിൻ്റെ പ്രശ്നങ്ങളും വയറിളക്കവും ഈ മാനസിക ഭ്രമവുമായി മാറി മാറി വരുമായിരുന്നു. മെന്റൽ സാന്ത്വനത്തിൽ കൊണ്ടിട്ട് അതിന് ചികിത്സ ചെയ്യുമ്പോൾ വയറിളക്കം വരും, വയറിളക്കത്തിന് ചികിത്സ ചെയ്യുമ്പോൾ മാനസിക ഭ്രാന്തി വരും. വളരെ ബുദ്ധിമാനായ ഒരു കുട്ടിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ പിതാവിൻ്റെ ഒക്കെ പ്രായം ഏകദേശമൊക്കെ വരുമായിരുന്നു. അദ്ദേഹം അവസാനം വയറിളക്കം പിടിപെട്ടാണ് മരിച്ചു പോകുന്നത്. അപ്പോൾ വയറിളക്കം, കുടൽ കൊളുത്തിപ്പിടിക്കുന്നത് പോലുള്ള വേദനകൾ, കൊളിക്ക് എന്ന് പറയില്ലേ, ഉദരസംബന്ധമായ മറ്റു പ്രശ്നങ്ങൾ എന്നിവ രോഗിക്ക് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഇനി ഇതേപോലുള്ള മറ്റൊരു രോഗിയിൽ ഒരുപക്ഷെ കാണുക ശക്തമായ നടുവേദന, മൂത്രത്തിൽ അമിതമായ ആൽബുമിൻ എന്നിങ്ങനെ വൃക്ക സംബന്ധമായ ലക്ഷണങ്ങളായിരിക്കും. എന്നാൽ ഇതിനിടയിലൊക്കെ രോഗിക്ക് താൻ സുഖപ്പെടുകയാണ് എന്നുള്ള അനുഭവമാണ് ഉണ്ടാകുക. ശരിയാണത്. ഈ ശാരീരിക പ്രശ്നങ്ങൾ അയാളെ തെല്ലും ഉപദ്രവിക്കുന്നില്ല. എന്നാൽ തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിലോ രോഗിയുടെ സ്ഥിതി യഥാർത്ഥത്തിൽ ഗുരുതരമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതായത് ശാരീരിക ലക്ഷണങ്ങൾ ശമിക്കുകയും മാനസിക ലക്ഷണങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ നമ്മൾ നേരത്തെ ഓറത്തിന്റെ ഒരു അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത്. ഇതിന് ഞാൻ ഒരു വിശദീകരണം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അലോപ്പതിക്കാർക്ക് എപ്പോഴും തെറ്റുപറ്റുന്നൊരു സന്ദർഭമാണിത്. രോഗി സുഖപ്പെട്ടു വന്നതാണ്, പക്ഷെ എങ്ങനെയോ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് അവർ വിസ്മയിക്കും. അത് ഞാൻ ബ്രാക്കറ്റിൽ എഴുതി ചേർത്താണത്. വൃക്കരോഗമായി വന്ന ഒരാളെ ചികിത്സിക്കുമ്പോൾ ശാരീരിക ലക്ഷണങ്ങൾ കുറയുന്നതോടൊപ്പം മാനസിക അസ്വസ്ഥതകൾ പ്രത്യക്ഷപ്പെട്ടാൽ അതൊരു മാരക ലക്ഷണമാണെന്ന് തിരിച്ചറിയണം. നിങ്ങൾ നൽകിയ ഔഷധത്തെ കഴിയുമെങ്കിൽ ഉടൻ തന്നെ നിർവീര്യമാക്കുക. എന്നാൽ ആദ്യം പറഞ്ഞ രീതിയിൽ മാനസിക ലക്ഷണങ്ങൾ ശമിച്ച് ശാരീരിക ലക്ഷണങ്ങൾ പുറത്തു വരുമ്പോഴാണ് സാധാരണ മനുഷ്യരും അലോപ്പതി ചികിത്സകരും വിഷമിക്കുന്നത്. എന്നാൽ അതിൽ മാരകമായി യാതൊന്നുമില്ല എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അവ താനെ മാറിക്കൊള്ളും. രോഗിയുടെ പരിചാരകരെയും ബന്ധുക്കളെയും ആശ്വസിപ്പിക്കാനായി നിങ്ങൾ വെറും പഞ്ചസാര ഗുളികകൾ ആൽക്കഹോളിൽ കുതിർത്ത് കൊടുത്താൽ മതി. കണ്ടുതരുന്നൊരു ഉപദേശമാണ്. ഇതാണ് അകമേ നിന്നും പുറത്തേക്കെന്ന തത്വത്തിന്റെ പ്രകടനം. തെറ്റുപറ്റാത്തൊരു പരസ്പര ബന്ധമാണിത്. എൻ്റെ ഇവിടെ ഖണ്ഡിതമായിട്ട് പറയുകയാണ്. തെറ്റുപറ്റ ഇൻഫാളിബിൾ ആ വാക്കാണ് എൻ്റെ ഉപയോഗിച്ചിരുന്നത്. പറ്റാത്തൊരു പരസ്പര ബന്ധമാണിത്. അന്തരംഗവും പുറമേക്ക് കാണുന്ന മനുഷ്യന്റെ ആ ഒരു ലെയർ, ഫിസിക്കൽ ലെയറും തമ്മിലുള്ള ആ ഒരു കറസ്പോണ്ടൻസ്, അതാണ് കറസ്പോണ്ടൻസിന്റെ വാക്ക് എൻ്റെ ഹെഡിങ്ങിൽ ഉപയോഗിച്ചത്. രോഗലക്ഷണങ്ങൾ മനുഷ്യന്റെ അദൃശ്യമായ അന്തരംഗങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ടു, അതായത് വില്ലും ഇന്റലക്റ്റും മെമ്മറിയും ഒന്നും കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അദൃശ്യമായ അന്തരംഗങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെട്ട് സുപ്രധാന ആന്തരാവയവങ്ങളിലൂടെ കടന്ന് തൊലിപ്പുറത്തെത്തുന്നു. അവ പരുക്കളായോ ശ്ലേഷ്മ സ്രവങ്ങളായോ കാറ്റാർ കണ്ടീഷൻസ് ബഹിർഗമിച്ചു കൊള്ളും. ഈ ഘട്ടത്തിൽ രോഗിയോ ഡോക്ടറോ ഒട്ടും ധൃതി വെക്കരുത്. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം. ശരിക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റിൽ ഓപ്പറേറ്റീവ് പാർട്ട് എന്ന് പറയുന്നതാണ്. തിരക്ക് പിടിക്കരുത്. പ്ലാസിബോയോ എന്നിവയെ കൊണ്ട് മാനേജ് ചെയ്യുക, എങ്ങനെ പോകുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. രോഗിയേക്കാൾ കൂടുതൽ രോഗിയുടെ ബന്ധുക്കൾക്കും ബൈസ്റ്റാൻഡേഴ്സിനും ആയിരിക്കും കൂടുതൽ പ്രശ്നം. രോഗി മെന്റലി റിലീവ്ഡ് ആയിരിക്കും. ഇതിന് തനതായൊരു കാലയളവെടുക്കും. ഒരു കാലയളവുണ്ട്. അത് രോഗത്തിന്റെ പഴക്കവും നിങ്ങൾ കൊടുത്ത ഔഷധത്തിന്റെ സ്വഭാവവും അതിന്റെ ഡോസേജും ഒക്കെ അനുസരിച്ചിരിക്കും. അത് ചിലപ്പോൾ ബൗദ്ധിക മണ്ഡലം ശ്വാസകോശങ്ങളുമായിട്ടായിരിക്കും ബന്ധപ്പെടുന്നത്. എന്തെന്നാൽ മനുഷ്യന് സത്യം വേർതിരിച്ചു കൊടുക്കുന്നത് പോലെ, അതായത് ബൗദ്ധിക മണ്ഡലം ഒരു കാര്യം മനസ്സിലാക്കിയത് നേരാണോ നുണയാണോ വാസ്തവമാണോ പൊള്ളയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ഇന്റലക്റ്റാണ്. കൊടുക്കുന്നത് പോലെ ശ്വാസകോശങ്ങൾ ശരീരത്തിന് പ്രാണവായുവിന് വേർതിരിച്ചു കൊടുക്കുന്നു. ശരീരത്തിന് ആവശ്യമില്ലാത്ത മറ്റു വാതകങ്ങളെ അത് സ്വീകരിക്കുന്നില്ല. ശരീരത്തിന് ആവശ്യമുള്ള ഓക്സിജനെ മാത്രം സ്വീകരിക്കുന്നു. ആ ഒരു എന്താ പറയുക,
വേർതിരിക്കൽ പ്രക്രിയ, ഡിസേൺമെന്റ് അവിടെ നടക്കുന്നുണ്ട്. ഇവ പരസ്പരം സമാനതയുള്ള പ്രവർത്തനങ്ങളാണ്. ബുദ്ധി ചെയ്യുന്നു, ബുദ്ധി അദൃശ്യമായത് അന്തരംഗം, ശ്വാസകോശം ചെയ്യുന്നു എക്സ്റ്റേണൽ ഫിസിക്കൽ, രണ്ടും സമാനമാണ്. ഒരു കറസ്പോണ്ടൻസ് ആണ് അവിടെ നടക്കുന്നത്. ക്ഷയരോഗമായി വരുന്ന ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ ശ്വാസകോശങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുകയും ഒപ്പം മാനസിക വിഭ്രാന്തി പ്രത്യക്ഷമാവുകയും ചെയ്താൽ മനസ്സാക്കിക്കൊള്ളുക, രോഗി മരണാസന്നനാണ്. ഇത് വായിച്ചപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ഞാൻ ചില ലെക്ചേഴ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകമൊക്കെ വായിക്കുന്നതിന് ഏതാണ്ട് ഒരു വർഷം മുൻപ് എൻ്റെ തന്നെ പ്രശ്നങ്ങളുമായി കൊച്ചിയിലുള്ള ജോസഫ് എബ്രഹാം എന്നുള്ള പേരിലൊരു ഡോക്ടർ, അദ്ദേഹം കോട്ടയത്ത് പഠിച്ചതാണ്, പക്ഷേ കോഴ്സ് പൂർത്തിയാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ഡോക്ടർ എബ്രഹാം പ്രസിദ്ധനായൊരു പ്രാക്ടീഷണറായിരുന്നു. അങ്ങനെ പാരമ്പര്യമായിട്ട് പഠിച്ചതാണ്. വളരെ നല്ല ചികിത്സ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഞാൻ ഒരു വർഷത്തോളം പോയിരുന്നു. എൻ്റെ ഗൈനക്കോമാസ്റ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കാര്യമായ മെച്ചമൊന്നും ഉണ്ടായില്ല, പക്ഷേ അത് എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ. പക്ഷെ അവിടെ വന്ന് നിരവധി രോഗശാന്തികൾ എനിക്ക് കാണാനിടയായി. അങ്ങനെയാണ് ഹോമിയോപ്പതിയിൽ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായത്. അതുകൊണ്ടാണ് ഓർഗൻ ഓഫ് മെഡിസിൻ്റെ കിട്ടിയപ്പോൾ എനിക്കതിനോട് താല്പര്യം തോന്നാൻ കാരണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനത് വായിച്ച് മാറ്റി വെച്ചെന്നിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്താണ് ഞങ്ങളുടെ അയൽവക്കത്ത് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതല്ല, വേറൊരാൾ ക്ഷയരോഗി, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു എന്നെക്കാളൊക്കെ ഒരു 10-50 വയസ്സ് കൂടുതലുള്ള ഒരാളാണ്. അദ്ദേഹം ക്ഷയരോഗിയായിരുന്നു. അദ്ദേഹം ഒരു ചുവട്ടുപണിയൊക്കെ ആയിട്ട് നടത്തിയിരുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് നാട്ടുകാരെ കൂടി ആകെ വല്ലാതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെൺമക്കൾ മാത്രം ഉണ്ടായിരുന്നത്, തീരെ ദരിദ്രമായ കുടുംബം. ആളുകൾ കൂടി അദ്ദേഹത്തിന് അന്ന് കൊച്ചിയിൽ മഹാരാജാസ് താലൂക്ക് ആശുപത്രിയുടെ അടുത്ത് ക്ഷയരോഗ ആശുപത്രി ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ, അവിടെ കൊണ്ടുപോയിട്ടു. അതുകൊണ്ട് ഒരു മാസത്തോളം കിടന്ന് ക്ഷയരോഗം മാറി. പക്ഷേ തിരിച്ചു വന്നത് തികഞ്ഞ ഉന്മാദിയായിട്ടാണ് തിരിച്ചു വന്നത്. കഷ്ടപ്പെട്ട് നടന്നിരുന്നൊരു മനുഷ്യൻ ആരോഗ്യകരമായ രീതിയിൽ നടത്തുന്നല്ല, തുള്ളിച്ചാടി ഓട്ടമാണ്, ഓടിയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അയൽവക്കങ്ങളിലൊക്കെ ഓട്ടം, ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നു, ഉന്മാദമായി പോയി. അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ശല്യമായി കഴിഞ്ഞപ്പോൾ അന്ന് തങ്കി, ആലപ്പുഴ ചേർത്തലയ്ക്ക് എടുത്ത് തങ്കിയിൽ പ്രസിദ്ധമായൊരു മെന്റൽ സാനിറ്റോറിയം ഉണ്ട്, അവിടെ കൊണ്ടുപോയി അന്ന് ഷോക്ക് ട്രീറ്റ്മെൻ്റൊക്കെയാണ് ചെയ്യുന്നത് അന്നത്തെ രീതിയിൽ. 86 86-87 ആ ഒരു കാലഘട്ടമായിരിക്കും ചെയ്ത് മാനസിക ഭ്രാന്തിക്ക് മാറി. പക്ഷെ തിരിച്ചു വന്നത് പഴയതിനേക്കാൾ രൂക്ഷമായ ക്ഷയരോഗിയായിട്ടാണ് വന്നത്. എനിക്കതൊന്നും മനസ്സിലാവുന്നില്ലെന്ന്, പക്ഷെ ഇത് ഞാനത് കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, ഈ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3 തവണ അവിടെ ഇവിടെയും പോയി ചികിത്സിച്ചു. അവസാനത്തെ ക്ഷയത്തിൻ്റെ വരവ് മെന്റൽ സാനിറ്റോറിയത്തിൽ നിന്ന് വന്ന ശേഷം തിരിച്ചു വന്ന അയാളുടെ ക്ഷയരോഗത്തിൻ്റെ അവസ്ഥയിൽ അയാൾ കിടന്നുപോയി. ആ കിടപ്പിൽ നിന്ന് പിന്നെ എഴുന്നേറ്റില്ല, മരിച്ചുപോയി. അപ്പോൾ ഇത് പിന്നീട് ഞാനത് വായിക്കുമ്പോൾ, ഇതൊരു 89 മറ്റൊക്കെ ഞാനത് വായിക്കുന്നത്, എനിക്കുണ്ടായ ഒരു സന്തോഷം. ഞാനത് കണ്ടതാണ്, എൻ്റെ കണ്ണുകൊണ്ട് ഞാനത് കണ്ട് അന്ന് അത്ഭുതപ്പെട്ടു പോയ കാര്യമാണത്. പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അത് ആ കെൻഡ് പറയുന്നതാണ്, കൃത്യമായിട്ട് പറയുന്നതാണ്. ഉണ്ടോ, ശ്വാസകോശങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുകയും ഒപ്പം മാനസിക വിഭ്രാന്തി പ്രത്യക്ഷമാവുകയും ചെയ്താൽ മനസ്സിലാക്കിക്കൊള്ളുക, രോഗി മരണാസന്നനാണ്. എന്നാൽ നേരെ മറിച്ച് മാനസിക ലക്ഷണങ്ങൾ ശമിക്കും വഴി ശ്വാസകോശം, ഉദരം, വൃക്ക എന്നിവിടങ്ങളിൽ പ്രശ്നങ്ങൾ പ്രത്യക്ഷമായാൽ ഭയപ്പെടേണ്ട, അതാണ് ശരിയായ രോഗശമന മാർഗം. അത് പിന്നീട് താനെ മാറിക്കൊള്ളും. വേണ്ടത്ര കാത്തിരിക്കുക, തനിയെ മാറിയില്ല, ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് വേണമെങ്കിൽ ആ അപ്പോഴത്തെ രോഗാവസ്ഥയിൽ അപ്പോഴത്തെ ലക്ഷണങ്ങളെ സമഗ്രത വെച്ചുകൊണ്ട് ആവശ്യമായ ഔഷധം കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിലും അത് ആളെ മാരകമാകുകയില്ല. ഇനി മറ്റൊരു തരം മാനസിക രോഗാവസ്ഥ പരിഗണിക്കാം. ഇച്ഛാശക്തിയിൽ ക്രമരാഹിത്യം ഉളവാകുന്ന ഒരു രോഗിയിൽ, അത് വില്ല്, സ്നേഹമെന്ന ഉത്കൃഷ്ട വികാരം അസ്തമിക്കുകയും വെറുപ്പ് വളർന്നു വരികയും ചെയ്യും. നമ്മൾ നേരത്തെ ഓർത്തുള്ള വ്യക്തമായിട്ട് കണ്ടതാണ്. വെറുപ്പ്, സ്വന്തം ജീവനെ തന്നെ വെറുത്ത് ആത്മഹത്യ ചെയ്യാനുള്ള വഴികൾ അന്വേഷിച്ച് നടക്കുന്നു. അപ്പൊ സ്നേഹം അത് വില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇച്ഛ, പിതാവിന് മക്കളോട് വെറുപ്പ്, ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടുകൂടാ, അയൽവാസിക്ക് മറ്റയൽവാസികളെ കണ്ടുകൂടാ, സഹോദരന്മാർ പരസ്പരം ദ്വേഷിക്കുന്നു, അവസാനം ഇവർ തങ്ങളെ തന്നെ വെറുക്കുന്നു. നമ്മൾ കണ്ടോണത്. നാശം അഥവാ ആത്മഹത്യയിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്നു. ആത്മഹത്യകളെ വഴികൾ തേടുന്നു. പല ഔഷധങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്തരം ഒരു രോഗിയെ
ശരിയായ രീതിയിൽ ചികിത്സിച്ചാൽ എന്താണ് സംഭവിക്കുക? നേരത്തെ കണ്ടതുപോലെ ഉദരമോ വൃക്കയോ അല്ല ഇവിടെ തകരാറിലാകുന്നത്, പ്രത്യുത കരളും ഹൃദയവുമാണ്. സ്നേഹമായിട്ട് ബന്ധപ്പെട്ട് കരളും ഹൃദയവുമാണ്. നിങ്ങൾ ഹൃദ്രോഗിയെ ചികിത്സിക്കുമ്പോൾ അയാളിൽ ആത്മഹത്യാവാസന ഉത്ഭവിക്കുന്നതായി കണ്ടാൽ ഉടനെ ആ ഔഷധത്തെ നിർവീര്യമാക്കിക്കൊള്ളുക. എന്നാൽ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും നിറച്ചു വെച്ചിരിക്കുന്നവരോ ആത്മഹത്യാ ചിന്തയുള്ളവരോ ആയ രോഗികളെ ചികിത്സിക്കുമ്പോൾ ഹൃദ്രോഗ ലക്ഷണങ്ങൾ കണ്ടാൽ യഥാർത്ഥ ഹോമിയോപ്പതി ചികിത്സകർ സന്തോഷിക്കുകയാണ് വേണ്ടത്. എന്തെന്നാൽ ഈ ലക്ഷണങ്ങൾ ക്രമേണ മാറുകയും രോഗി പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. ഇപ്രകാരം മനുഷ്യന്റെ ജനനേന്ദ്രിയങ്ങളിലെ പ്രശ്നങ്ങളും മാനസിക ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കറസ്പോണ്ടൻസ് നടക്കുന്ന മേഖലകളാണ് കെന്റി പറയുന്നത്. ഹൃദയവും സ്നേഹവും തമ്മിലുള്ള ബന്ധം നമ്മുടെ പൂർവികർക്ക് നല്ലവണ്ണം അറിയാമായിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ, റിലീജിയസ് ടെക്സ്റ്റുകളിൽ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഹൃദയത്തെക്കുറിച്ചുള്ള സൂചനകൾ സമൃദ്ധമായി കടന്നു വരുന്നു. വെറുപ്പ് നീങ്ങി സ്നേഹം നിറയുമ്പോഴാണ് സാന്നിധ്യം ഉണ്ടാകുന്നതെന്ന് അവ ഉദ്ഘോഷിക്കുന്നു. അതെ, സർവചരാചര സ്പർശിയായ സ്നേഹത്തിന് നിറവാണ് യഥാർത്ഥ ആരോഗ്യം. യഥാർത്ഥ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കെന്റ് മുന്നോട്ട് വയ്ക്കുകയാണ്. എല്ലാത്തിനെയും സ്പർശിക്കുന്ന സ്നേഹം, ആരോടും വെറുപ്പും വൈരാഗ്യമില്ലാത്ത ഒരു കലർപ്പില്ലാത്ത സ്നേഹമാണ് ആരോഗ്യത്തിന്റെ ഉന്നതമായൊരവസ്ഥ. സൗലഹനിമാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഹയർ പർപ്പസ് എന്താണെന്നതിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ചില ഉൾക്കാഴ്ചകൾക്ക് എൻ്റെ ഇവിടെ തരുന്നുണ്ട്. സമ്പൂർണമായ സ്നേഹത്തിന്റെ തലത്തിൽ ജീവിക്കുക എന്നുള്ളത് അത് ദൈവം തന്നെയാണ്. ഈശ്വര സാക്ഷാത്കാരം അതാണ്, ദൈവം തന്നെയാണത്. ഇനി സാഹിത്യത്തിലും കലയിലുമൊക്കെ ഉണ്ട് കരളിനും സ്നേഹവുമായുള്ള ബന്ധത്തിന്റെ സൂചനകൾ. സ്നേഹിതൻ സ്നേഹിതയെ തൻ്റെ കരളിനോടും ഹൃദയത്തോടും ഉപമിക്കുന്നു. എൻ്റെ കരളെ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്രകാരം സംബോധന ചെയ്യുന്നു. ഇനി ഞാൻ ബ്രാക്കറ്റിൽ കാര്യം എഴുതി ചേർത്തിരിക്കുന്നതാണ്. ഭാഷയിലും കാണാം ഈ ബന്ധം. കരൾ എന്നത് എണ്ണയുമായി നീയുമായി ബന്ധപ്പെട്ട അവയവമാണല്ലോ. മലയാള ഭാഷയിൽ സ്നേഹം എന്ന വാക്കിന് എണ്ണ എന്നും അർത്ഥമുണ്ട്. ഇത് എൻ്റെ നിരീക്ഷണമല്ല, ഇത് ഡോക്ടർ ജൻബാബു, ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാബുചേട്ടൻ്റെ ഒരു 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 ഉൾക്കാഴ്ചയാണ്. അദ്ദേഹം ഞാൻ വായിക്കുന്നതിന് മുമ്പ് തന്നെ ലെസർ റൈറ്റിങ്സ് വായിച്ചിട്ടുള്ളതാണ്. ഞങ്ങളിതിനെക്കുറിച്ച് സംസാരിച്ച് പറഞ്ഞാണ് കരള് സ്നേഹത്തിൻ്റെ അടിസ്ഥാനം. കരളെ എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു രൂപകം, ഒരു മെറ്റഫർ ആണത്. അതുപോലെ ഈ എണ്ണയുടെ സിന്തസിസ് കരൾ നടക്കുന്നു. നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭാഷയിൽ, സംസ്കൃതത്തിൽ, മലയാളത്തിലും എണ്ണ എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. എത്ര മനോഹരമാണ് ഭാഷയും. അത് ഹോമിയോപ്പതിയുടെ ഒരു നാച്ചുറാലിറ്റിയാണ്. ഹോമിയോപ്പതി എത്രത്തോളം നൈസർഗികമാണ്, എത്രത്തോളം നാച്ചുറലാണ്. അത് ഭാഷയോട് പോലും, ഭാഷ മനുഷ്യനിൽ ഇവോൾവ് ചെയ്തുവന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കറസ്പോണ്ടൻസിന്റെ മാർഗമാണ്. ഇതൊരു കറസ്പോണ്ടൻസാണ് അവിടെ നടക്കുന്നത്. അന്തരംഗവും ബാഹ്യവുമായ കാര്യങ്ങളെ കുറിച്ചുള്ള കറസ്പോണ്ടൻസ്. അപ്പൊ കറസ്പോണ്ടൻസിന്റെ ഏറ്റവും വലിയ ടൂളായിട്ടുള്ള ഭാഷയിൽ ആ ഒരു ബന്ധം വരുന്നുണ്ടല്ലോ, എത്ര മനോഹരമാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. ഈ സുന്ദര യാഥാർത്ഥ്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഹോമിയോപ്പതിയുടെ താഴ്ന്ന പടിയിൽ മാത്രം നിൽക്കുന്ന ഒരാളായി പോകും. കെന്റ് തരുന്നൊരു മുന്നറിയിപ്പാണ്. ഈ മനോഹരമായ ഈ യാഥാർത്ഥ്യങ്ങൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ, അത് മനുഷ്യന്റെ അന്തരംഗത്തിനും ബാഹ്യമായ കാര്യങ്ങൾക്കിടയിൽ നടക്കുന്ന ഈ പാരസ്പര്യങ്ങൾ, ഈ കറസ്പോണ്ടൻസുകൾ, ഇതൊക്കെ വളരെ മനോഹരമായ യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങളുടെ ചികിത്സയിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും, ചുറ്റുപാട് നോക്കിയാൽ കാണാൻ സാധിക്കും. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഹോമിയോപ്പതിയുടെ താഴെത്തട്ട് നിൽക്കുന്ന ആളുകളായി പോകും. ഒരുപക്ഷെ താൽക്കാലികമായ നിശ്ചിത രോഗങ്ങളെ, അക്യൂട്ട് ഡിസീസിന് ശമിപ്പിക്കാൻ സാധിച്ചേക്കാം. എന്നാൽ അതിന് മാത്രമായുള്ളതല്ല ഹോമിയോപ്പതി. അക്യൂട്ട് കേസിന് മാത്രമായുള്ള ഹോമിയോപ്പതി പഴകുന്ന തരത്തിലുള്ള ക്രോണിക്കായിട്ടുള്ള സമസ്ത വ്യാധികൾക്കും ഇത് മറുമരുന്നാകുന്നു. എന്ത്? ഹോമിയോപ്പതി. മരുന്നുകളുടെ പ്രയോഗങ്ങൾ കൊണ്ടുള്ള ദൂഷ്യഫലങ്ങളെ വരെ നമുക്കിന്ന് മാറ്റാനാകും. ആഫ്റ്റർ എഫക്ട് ഓഫ് മെഡിസിൻസ്. ഇവിടെ കെന്റ് സാമൂഹ്യ ഹനുമാനെ ചെറുതായിട്ടൊന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഹനുമാൻ നിഷേധിക്കുകയല്ല,
ഹനുമാന്റെ കാലത്തിനൊക്കെ ശേഷമാണല്ലോ വരുന്നത്. ഹനുമാൻ തന്നെ എത്രയോ തവണ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെ തേച്ചു മിനുക്കുകയും ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. 6 അഡീഷണലിലോ ഓർഗനിലൂടെ 6 അഡീഷണലിലേക്കൊക്കെ അദ്ദേഹം എത്രത്തോളം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ കാലശേഷം ഫെയ്ത്ത്ഫുള്ളായ അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസിന് അത് ചെയ്യാൻ സാധിക്കും. കെന്റ് അങ്ങനെ ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ വലിയ തർക്കങ്ങൾ വിദേശങ്ങളിലും ഇവിടെയുമൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വിശേഷിച്ചും സാമുൽ ഹനുമാന്റെ ബയോഗ്രാഫർ കൂടി അതിൽ ഗവേഷണം ചെയ്യുന്നൊരു ബ്രിട്ടീഷ് ഡോക്ടർ എൻ്റെ സുഹൃത്തുണ്ട്. അദ്ദേഹമൊക്കെ കർശനമായിട്ട് സാമുൽ ഹനുമാൻ ചെയ്ത പോലെ 30ാമത്തെ പൊട്ടൻസിൽ അപ്പുറം പോവില്ല. കൂടുതലും സെന്റിസിമൽ സ്കെയിലിൽ ലോവർ പൊട്ടൻസി അദ്ദേഹം ഉപയോഗിക്കുന്നത് 2ഉം 3ഉം ഒക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷെ നമുക്ക് കാലത്തിനനുസരിച്ച് മാറാവുന്നതാണ്. ഹോമിയോപ്പതി അങ്ങനത്തെ ഒരു അതിൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് റിജിഡായിട്ട് നിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്തായിട്ട് നിൽക്കുമ്പോൾ തന്നെ അതിന്റെ പ്രയോഗത്തിലെ കാര്യങ്ങളിൽ ഹനുമാൻ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് മുന്നോട്ട് ഇനിയും പോകാവുന്നതാണ്. ഒക്കെ എന്നോട് പറയുകയാണ്, കേവലം 30ാം ആവർത്തന പൊട്ടൻസി വരെയുള്ള ഔഷധങ്ങൾ മാത്രം ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്ന ഡോക്ടർ സാമുൽ ഹനുമാന് ഇത് സാധിച്ചിരുന്നില്ല. റിസൾട്ട്സ് ഓഫ് മെഡിസിൻസ്, ഡ്രഗ്സ്, അത് ഇൻക്യൂറബിളാണെന്ന് ഹനുമാൻ പറഞ്ഞിരുന്നു. ആകയാൽ ഔഷധ ഫലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യൽ അസാധ്യമാണെന്ന് അദ്ദേഹം കരുതി. എന്നാൽ നമുക്കിന്ന് ലക്ഷങ്ങൾ കവിയുന്ന ആവർത്തനങ്ങളുണ്ട്, പൊട്ടൻസീസ്. ഇനി എൻ്റെ ഒരു സ്വന്തം കാര്യം പറയാം. ആളുകൾ എൻ്റെ ചികിത്സാ ഫലങ്ങളെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു. അതിന് കാരണം മേൽവിവരിച്ച അറിവ് എനിക്ക് ലഭിച്ചു എന്നത് മാത്രമാണ്. ഈ പറയുന്ന ഹോമിയോപ്പതിയുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചുള്ള അറിവ്. ആളുകൾ സത്യം അറിയുന്നില്ല. ലോകമാകെ മ്ലേച്ഛമായ അറിവില്ല. ഈ അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ബ്രാക്കറ്റിൽ ചേർത്തിട്ടുണ്ട്. അവിദ്യ എന്ന് ഉപനിഷത്തുകൾ പറയും. ഉപനിഷത്തുകൾ പറയുന്നത് അവിദ്യയാണ് ഏറ്റവും വലിയ കുഴപ്പം. അതാണ് കെന്റ് പറയുന്നത്, ലോകമാകെ മ്ലേച്ഛമായ അറിവില്ലായ്മയിൽ ആണ്ടുകിടക്കുന്നു. അറിവില്ലാത്തവന് കടമകൾ കുറവായിരിക്കും. അപ്പൊ അറിവില്ല, അത് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അവന് കടമയില്ല. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാലോ അത് ചെയ്യാനുള്ള കടമയുണ്ട്. അപ്പോൾ അറിവ് നേടിക്കഴിഞ്ഞാൽ, ഹോമിയോപ്പതിയിലൂടെ രോഗശാന്തിയുടെ യഥാർത്ഥ അറിവുകൾ നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കടമകൾ വർദ്ധിക്കുകയാണ്, നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. പിന്നെ നിങ്ങൾ താഴ്ന്ന നിലയിലല്ല നിൽക്കേണ്ടത്, പിന്നെ നിങ്ങൾ ഉയർന്ന നിലയിലേക്ക് പോകണം. അതൊക്കെ എന്ത് പറയുന്നത്. എന്നാൽ ജ്ഞാനം നിങ്ങൾക്ക് വർദ്ധിച്ച ഉത്തരവാദിത്തങ്ങൾ നൽകുന്നു. ഒരു അലോപ്പതി ഡോക്ടറുടെ കടമ ഏതെങ്കിലും മരുന്നുകൾ കുറിച്ച് നൽകുന്നതിലോ ഏതെങ്കിലും അവയവങ്ങൾ കീറി രോഗം മുറിച്ചു മാറ്റുന്നതിലോ, രോഗം കൊട്ടേഷനിലാണ്, മുറിച്ചു മാറ്റുന്നതിലോ ഒതുങ്ങുന്നു. എന്നാൽ നിങ്ങളുടെ കടമ അതല്ല. സമ്പൂർണവും ശാശ്വതവുമായ രോഗശാന്തിയാണ് നിങ്ങളുടെ ലക്ഷ്യം. നമുക്ക് അവരുടേതുപോലുള്ള ഊഹാപോഹങ്ങളോ അഭിപ്രായങ്ങളോ അല്ല ഉള്ളത്. ഒപ്പീനിയൻസ് എന്ന വാക്കാണ് കെന്റിയോട് ഉപയോഗിച്ചിരുന്നത്. ഊഹാപോഹങ്ങളോ അഭിപ്രായങ്ങളോ അല്ല ഉള്ളത്. പ്രത്യുത ഇപ്പോൾ അറിഞ്ഞതുപോലുള്ള സത്യങ്ങൾ മാത്രമേ ഉള്ളൂ. രോഗത്തെക്കുറിച്ചും രോഗശമനത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും ഉള്ള അടിസ്ഥാനപരമായ സത്യങ്ങൾ ഡോക്ടർ സാമുൽ ഹനുമാൻ അദ്ദേഹത്തിന്റെ മഹത്തായ കൃതിയിലൂടെ വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ, ആ സത്യങ്ങളെ നമുക്കുള്ളൂ. നമുക്ക് ഊഹാപോഹങ്ങളില്ല. നമ്മളുടെ ഔഷധങ്ങളെല്ലാം മനുഷ്യനിൽ പ്രൂവ് ചെയ്യപ്പെട്ടവയാണ്. മനുഷ്യൻ കഴിച്ച് ശാരീരികവും മാനസികവും ബൗദ്ധികവും ദക്ഷിണാപരവും ഇച്ഛാശക്തിപരമായ ലക്ഷണങ്ങൾ പലരിലും പ്രകടിപ്പിച്ച് അവ കൊളൈറ്റ് ചെയ്ത് ക്രോഡീകരിച്ച് തയ്യാറാക്കിയ വസ്തുനിഷ്ഠമായ അറിവുകളുള്ള ഔഷധങ്ങളാണ് നമുക്കുള്ളത്. അല്ലാതെ ഊഹാപോഹങ്ങളല്ല. അതാണ് സയന്റിഫിക്. ഹോമിയോപ്പതി സയന്റിഫിക് അല്ല, അശാസ്ത്രീയമാണെന്ന് പറയുന്നവരോട് നിങ്ങൾ നെഞ്ചുവിരിച്ചു എന്ന് പറയണം. എങ്ങനെയാണ് ഹോമിയോപ്പതി സയന്റിഫിക് ആവുന്നത്? സയന്റിഫിക് എന്ന് പറയുമ്പോൾ അത് വസ്തുതകൾക്ക് അടിസ്ഥാനപ്പെട്ടതാണ്. നമ്മുടെ എല്ലാ ഔഷധങ്ങളും വസ്തുതകളുടെ പിൻബലമുള്ളതാണ്. എലികളിലോ കുരങ്ങുകളിലോ അല്ലെങ്കിൽ ഗിനിപ്പന്നികളിലോ മുയലുകളിലോ ഒന്നുമല്ല, മനുഷ്യനെ ചികിത്സിക്കാനുള്ള ഔഷധങ്ങൾ മനുഷ്യനിലാണ് പ്രയോഗിച്ച് അവന്റെ വിവരണങ്ങളിലൂടെ നിരീക്ഷണങ്ങളിലൂടെ കിട്ടിയ കാര്യമാണ്. അതാണ് സത്യമാണത്, ഫാക്ച്വലാണ്. ഹോമിയോപ്പതി ശാസ്ത്രീയമാണ്. ഹോമിയോപ്പതിയാണ് ശാസ്ത്രീയം. ആത്യന്തികമായ സത്യം ഗ്രഹിക്കുന്നവരെ ഞാനും അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല. എൻ്റെ ഒരു ചെറിയ അപ്പോളജിസ്റ്റിക്കലായിട്ട് നിർത്തുകയാണ്. ആത്യന്തികമായ സത്യം എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ഫിലോസഫിക്കലായിട്ടുള്ള കാര്യമാണ്.
അതറിയുന്നവരെ ഒരു വിധി പ്രസ്താവന താനും നടത്തുന്നില്ല. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള വസ്തുനിഷ്ഠമായ അറിവുകൾ വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം, അത് പ്രചരിപ്പിക്കുകയും വേണം. അതാണ് ഈ ഒരു അധ്യായം നമുക്ക് വളരെ ഉപകരിക്കുന്നതാണ്. നിങ്ങൾക്കിതിൻ്റെ ഒറിജിനൽ ഇംഗ്ലീഷ് ഇപ്പോൾ ചിലപ്പോൾ PDF ഒക്കെ ആയിട്ട് കിട്ടുമായിരിക്കും. ഒറിജിനൽ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് വായിക്കാവുന്നതാണ്. ഈ പുസ്തകത്തിൽ ഇതുണ്ട്, ഇതും ലഭ്യമാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആൻറ്റിമോണിയം കൂടം എന്നുള്ള അധ്യായം നമുക്ക് ആരംഭിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.